നമസ്കാരം, എൻ്റെ പേര് അഭിനന്ദ്. ഞാൻ ഒരു പ്രോജക്റ്റ് കൺസൾട്ടൻ്റാണ്. ഇപ്പോൾ ഞാൻ കൂടുതലും ചെയ്തു കൊടുക്കുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഡിസൈൻസാണ്. അതായത് വീടുകൾ, ബിൽഡിങ്സ്, ഹോട്ടൽ, ഹോസ്പിറ്റൽ, ഓട്ടോമൊബൈൽ ഷോറൂംസ് എന്ന് വേണ്ട എല്ലാത്തരം പ്രോജക്റ്റിനും ഞാൻ ഡിസൈൻ, ഡ്രോയിങ്, എസ്റ്റിമേറ്റ് എന്നിവ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീട് അല്ലെങ്കിൽ ബിൽഡിംഗ് പണിയുമ്പോൾ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഡ്രോയിങ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത, നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. ഇതൊരു വളരെ ലെങ്തി ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ വളരെ പാർട്ടായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് വിരസത ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ദയവായിട്ട് ആൾക്കാർ ക്ഷമിക്കുക. വീടിൻ്റെ ഇലക്ട്രിക് വർക്കിൽ ഒരു പ്രൊഫഷണൽ ക്വാളിറ്റി വരുത്തുക എന്നാണ് നമ്മൾ മെയിൻ ഉദ്ദേശം. അതായത് ഈ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡ്രോയിങ് ചെയ്ത് അതിൻ്റെ കൂടെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ, അതായത് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഒരു വീടിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഐറ്റംസ് വരും, അത് എവിടെയൊക്കെ വെക്കണം, അല്ലെങ്കിൽ അതിന് എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും, അതൊക്കെ നമുക്ക് നേരത്തെ തന്നെ നമുക്ക് മനസ്സിലാക്കി വയ്ക്കുന്നതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വരിക. ഇലക്ട്രിക് വർക്കിൽ ഒരു പ്രൊഫഷണൽ ക്വാളിറ്റി വരുത്താമെന്നാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. അതായത് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഡിസൈൻ എസ്റ്റിമേറ്റ് തയ്യാറ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ, അതായത് ഞാനടക്കമുള്ള ഏതൊരു കൺസൾട്ടൻറ്റുമാരും ഉദ്ദേശിക്കുന്ന കാര്യം, പൊതുവെ കേരളത്തിൽ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ അധികം പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരു ഫീൽഡാണ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഡിസൈൻ. ഇപ്പോൾ ശരാശരി നിർമ്മാണ മേഖലയിൽ സ്ക്വയർ ഫീറ്റിന് 1850 രൂപ തുടങ്ങിയിട്ട് 2800 വരെ എസ്റ്റിമേറ്റ് പോകുന്ന വീടുകളാണ് ഇപ്പോൾ ശരാശരി എല്ലാ മലയാളികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ വീടിൻ്റെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കുകൾക്കും റേറ്റ് ഒരുപാട് കൂടുതലാണ്. അതായത് സ്ക്വയർ ഫീറ്റിന് 260 രൂപ മുതൽ 400 രൂപ വരെയൊക്കെ നമ്മൾ മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇലക്ട്രിക്കൽ വർക്കിന് മാത്രം 260 രൂപ എന്ന് പറഞ്ഞാൽ ശരാശരി 2000 സ്ക്വയർ ഫീറ്റ് വർക്ക് വരുമ്പോൾ നല്ലൊരു തുകയായി, മോർ ദാൻ 5 lakhs ആയി. അത് നമ്മൾ മനസ്സിലാക്കുക. അതിനനുസരിച്ചുള്ള പ്രാധാന്യം നമ്മൾ വർക്കിന് കൊടുക്കണം. പിന്നെ നമ്മുടെ ഒരു വീടിൻ്റെ സംബന്ധിച്ചിടത്തോളം വീടിൻ്റെ ലൈഫിനോളം തന്നെ പ്രാധാന്യം പോകേണ്ട സംഭവങ്ങളാണ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കുകൾ. കാരണം നമ്മുടെ ദൈനംദിന ജീവിതത്തിനോട് ഏറ്റവും കൂടുതൽ ഇടപഴകി ചേരേണ്ട ഒരു വസ്തുവാണ് വീട്ടിലെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കുകൾ. അതായത് നമ്മുടെ വീട്ടിലെ ഇലക്ട്രിക് വർക്കിന് ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കത് രാത്രിയും പകലും ഒരു തരത്തിലും മനസ്സമാധാനം കിട്ടില്ല. അതുപോലെ തന്നെ പ്ലംബിങ്ങിനും നമുക്ക് ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വൈദ്യുതി, വെള്ളം, നമ്മൾ പണ്ട് കാലത്ത് പറയും കാറ്റും വെളിച്ചമെന്ന് പറയും. അതേപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള സംഭവമാണ് വൈദ്യുതി, വെളിച്ചം. അത് രണ്ടും ഒന്നുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം. അതേപോലെ തന്നെയാണ് വെള്ളം, പ്ലംബിങ്ങും ആ ഒരു സംഭവത്തിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്ത് ചെയ്യുന്നതാണ് ഏറ്റവും പെർഫെക്റ്റ് വർക്ക് ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. പിന്നെ നമ്മുടെ കേരളത്തിൽ ഒരുവിധം എല്ലാ ക്ലയൻസും പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ ഡ്രോയിങ് എസ്റ്റിമേറ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിൽ പറയുന്ന കുറച്ച് ന്യായങ്ങൾ വെച്ചാൽ, എൻ്റെ കോൺട്രാക്ടറിന് ഇലക്ട്രീഷ്യൻ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അല്ലെങ്കിൽ അടുത്ത ആൾക്കാർ പറയും ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ കോൺട്രാക്ടർ ഇതിൻ്റെ ഡ്രോയിങ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് പണി കഴിഞ്ഞിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ടീമുകൾ പറയുന്നത് എൻ്റെ വീടിനടുത്തൊക്കെ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്, ഇതിലൊന്നും ഈ പറഞ്ഞ ഡ്രോയിങ്ങോ എസ്റ്റിമേറ്റോ ഒന്നും ചെയ്യാണ്ടല്ലേ ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തൊരു ടീം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിനടുത്ത് ഒരുപാട് വീടുകൾ ചെയ്ത് കണ്ടിട്ടുള്ള ആളാണ് ഈ ഇപ്പോൾ ചെയ്യാൻ പോണ ഇലക്ട്രീഷ്യൻ. പിന്നെ അടുത്തൊരു വിഭാഗം പറയണത് എന്താ, എൻ്റെ ബന്ധുവാണ് ഈ വർക്ക് ചെയ്യാൻ പോകുന്ന ഇലക്ട്രീഷ്യൻ. ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രീഷ്യൻ എന്നല്ല പറയുക, ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ എന്നാണ് ആ വിഭാഗത്തിന് ആൾക്കാർ പറയാം. അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനാണ് ഇലക്ട്രീഷ്യൻ എന്ന് പറയുക. പിന്നെ ചിലർ പറയും എൻ്റെ വീട് ചെറിയ വീടാണ്, അതിന് ഡ്രോയിങ്ങും ഡിസൈനും ചെയ്യേണ്ട കാര്യമില്ല, അതിലധികം ഉപകരണങ്ങളൊന്നുമില്ലല്ലോ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. ചില ആൾക്കാർ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീടിനടുത്തുള്ളൊരു ഇലക്ട്രിക് ഷോപ്പിൻ്റെ ഉടമയാണ് കോൺട്രാക്ടറെ പരിചയപ്പെടുത്തി തന്നേക്കുന്നത്. അപ്പോൾ ആ കോൺട്രാക്ടർ വളരെ എക്സ്പീരിയൻസ് പുള്ളിയുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അടുത്തൊരു ടീം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഡ്രോയിങ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അയാൾ ചെയ്തതിന് അപ്പുറത്തുള്ള വീടുകളിലൊന്നും ഈ ഡ്രോയിങ് ഉണ്ടാക്കിയിട്ടില്ല. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പറയാറുണ്ട്. പിന്നെ ചിലർ പറയും ഇലക്ട്രിക് വർക്ക് മൊത്തം കോൺട്രാക്റ്റ്, അതായത് കരാറടിസ്ഥാനത്തിലാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അയാളുടെ ഉത്തരവാദിത്തമാണ് എന്ത് ചെയ്യണതും വേണോ വേണ്ടേ എന്നൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്തം, അതിൽ നമുക്കറിയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്.
പിന്നെ കുറച്ച് ആൾക്കാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ് ഇലക്ട്രിക് കോൺട്രാക്ടർ അല്ലെങ്കിൽ ഇലക്ട്രിക് വർക്ക് ചെയ്യണം, അപ്പോൾ ഞാൻ അവന് ഡ്രോയിങ് ചെയ്ത് കൊടുക്കണം, അവന് മോശമാണ് അല്ലെങ്കിൽ ആ കൊടുക്കണത്. ഇതൊന്നും തന്നെ നമ്മുടെ വീടിൻ്റെയോ അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഷോറൂംസിൻ്റെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഡിസൈൻ ചെയ്യാണ്ടിരിക്കാനുള്ള ഒരു കാരണമല്ല. അത് എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഓരോ ഡീറ്റെയിലിങ്ങും, അതായത് എന്താണ് ബെനിഫിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കിട്ടും, അല്ലെങ്കിൽ എന്തൊക്കെ ഡീറ്റെയിലിംഗ് ആണ് ഇലക്ട്രിക്കൽ ഡ്രോയിങ് ഉണ്ടാവും എന്നുള്ളത് നമുക്കൊരു അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്നാൽ കേരളത്തിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും അതായത് ഇതിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് ചിന്തിച്ചിട്ടുമില്ല, അതിൻ്റെ ആവശ്യകത എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടുമില്ല. അതാണ് നിലവിൽ കാണുന്ന പല കാര്യങ്ങളും. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ പല ഫേസ്ബുക്ക് ഗ്രൂപ്പിലൊക്കെ കാണുന്നതാണ്, ഇലക്ട്രീഷ്യന് ഇത്ര രൂപ കൊടുത്തു, അല്ലെങ്കിൽ ഇലക്ട്രീഷ്യന് ഇത്ര രൂപ വാങ്ങിച്ചു കൊണ്ടുപോയി, വർക്ക് തീർന്നില്ല, അല്ലെങ്കിൽ അവർ ഇനിയും കാശ് ആവശ്യപ്പെടുന്നു, ഇപ്പോൾ ലേബറിന് ചോദിച്ചു കൂലിക്കാണ് ചെയ്തത്, ആ കൂലിക്കാശ് അവർ ഇത്ര മേടിച്ചുകൊണ്ടുപോയി. ഇങ്ങനത്തെ വാഗ്വാദങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം അവർ നിത്യക്കൂലിക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂലി കിട്ടിയാലേ അവരുടെ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ അവർക്കും ഇപ്പോൾ ഒരു ലക്ഷ്യബോധം ഇല്ലാണ്ട ലെവലായിരിക്കും ചില വീടുകൾ പണി തുടങ്ങുക. കാരണം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്റ്റാർട്ടിങ് പറയുമ്പോൾ എന്താ പറയുക, നിങ്ങൾ സാധാരണ ഒരു വീട് പണിയുന്ന ആൾക്കാർ, എനിക്ക് റൂമിൻ്റെ ഉള്ളിൽ 2 ലൈറ്റ് വേണം, 2 പ്ലഗ് പോയിൻ്റ് വേണം, ഒരു ഫാൻ വേണമെന്ന് പറയും. ഈ സംസാരമൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞ്, അതായത് വീടിൻ്റെ വർക്ക് ഒരു 65-70% എത്തുമ്പോഴേക്കും ഇൻറ്റീരിയർ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞൊരു സംഭവത്തിൻ്റെ അങ്ങോട്ട് ഇറക്കം, അതോടുകൂടി ഈ കാര്യങ്ങളൊക്കെ മാറി പറഞ്ഞു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ശരാശരി കൂലി 1200 രൂപയ്ക്ക് മുകളിൽ ഇന്ന് മലയാളിക്കുണ്ട്. അപ്പോൾ അതനുസരിച്ച് കൂലിയുടെ വർധനവ് അനുസരിച്ച് അവരെ സംബന്ധിച്ച് വർക്ക് ഔട്ട്പുട്ട് കൂടും. അപ്പോൾ അവർക്കും കാശ് കിട്ടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ കാശ് ചോദിക്കും. അവിടെ ഈ ഫ്രിക്ഷൻ സ്റ്റാർട്ടായി. ആ ഫ്രിക്ഷൻ ഒഴിവാക്കലാണ് നമ്മൾ ഈ ഒരു സംഭവത്തിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്.